ലക്ഷ്മീപുരം കോവിലകത്തെ പടിപ്പുര മാളികയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കല്യാണം. കമ്മ്യൂണിസ്റ്റുകാരന്റെ അമ്പലവും പള്ളിയും അവന്റെ മനസ്സാണ്, ദൈവം മനസാക്ഷി. ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് ജീവിതം തുടങ്ങാൻ മാനസിക പൊരുത്തം മാത്രം മതി. പരസ്പര വിശ്വാസമാണ് ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാന ഘടകം. ഇനിയിപ്പോ ഈ ഔപചാരികതയൊക്കെ വിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് മകളുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇത് മകളുടെ കയ്യിലേക്ക് കൊടുക്കുക. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെലവിന് വല്ലതും കൊടുക്കൂടാ പാർട്ടി? എനിക്കറിയാൻ മേലാപ്പച്ച. ആര് കൊടുക്കാനാ അപ്പച്ച? അല്ല ഇവന്മാരെല്ലൊക്കെ എന്നായിരുന്നിട്ട് കൊടുക്കാനാ? എങ്ങനെ കഴിയാനാ ഈ ചേച്ചി? കമ്മ്യൂണിസം പുഴുങ്ങി തിന്ന്. എന്താ കുഞ്ഞാങ്ങളൊക്കെ ഇരുന്നിട്ട് പുറയ്ക്കുന്നല്ലേ? ചേച്ചി പോലും. യോഗം സഖാവ് വന്നിട്ട് തുടങ്ങിയാൽ മതിയോ? യോഗം നിങ്ങൾ തുടങ്ങിക്കോ. സഖാവ് ദാമോദരനോട് നേരത്തെ എത്താൻ പറയണം. ദാമോദരൻ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ഞാൻ അങ്ങെത്താം. അത് മതി. കൊടികളൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ? ഒരു ഫർലാങ്ങോളം കെട്ടിയിട്ടുണ്ട്. ധാരാളം. സഖാവിന്റെ പ്രസംഗം എന്ന് എനിക്ക് കേൾക്കണം. ശരി, ഞാൻ അങ്ങ് എത്തിക്കോളാം. ലാൽ സലാം. സ്റ്റെല്ല, എന്നെ ഓർക്കൊന്നായിരുന്നു. മറക്കാൻ പറ്റുമോ സ്റ്റെല്ല? അന്തോണിച്ചൻ. ആര്? ഡി കെയോ? അയാളുടെ കല്യാണമായിരുന്നു ഇന്നലെ. മണവാളനും മണവാട്ടി സേതുവിനും പാർട്ടി 2 ദിവസത്തേക്ക് അവധി കൊടുത്തിരിക്കുക. ഇപ്പോഴും അവിടെ തന്നെയാണോ താമസം? അല്ല, സ്റ്റെല്ലയുടെ അപ്പച്ചൻ മരിച്ചു. മോനാണല്ലേ? എന്തുവാ ഇവന്റെ അച്ഛന്റെ ജോലി? എന്താ സ്റ്റെല്ല? കരയാതെ കാര്യം പറ. അന്തോണിച്ചൻ, ഞാൻ അന്തോണിച്ചനെ കാണാൻ വന്നത്. സ്റ്റെല്ല, ഞാനാണ് സമാജത്തിലെ സേതുലക്ഷ്മി. തുറക്ക്. എന്താ ചേച്ചി രാത്രിയില്? ഒരു സഹായത്തിനാണ് സ്റ്റെല്ലയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അറയ്ക്കൽപ്പാടത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ? കേട്ടു. ഞങ്ങളാരും കൊന്നതല്ല. ബഹളത്തെ പറ്റിപ്പോയതാ. ബാലടിക്കുന്നിലായിരുന്നു 2 ദിവസം. പോലീസിന് സംശയമുണ്ടെന്ന് അറിവ് കിട്ടി. അതാ ഇങ്ങോട്ട് പോന്നത്. ഇവിടം പോലീസ് സംശയിക്കാനിടയില്ല. സ്റ്റെല്ലയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ബുദ്ധിമുട്ടാണ്, എന്നാലും ഇപ്പൊ നിങ്ങളെ സഹായിച്ചല്ലേ പറ്റൂ. വരൂ, കയറി വരൂ. ഇതൊന്ന് ആറ്റിക്കോട്ടപ്പാ, വെളുക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. എത്ര നാളായപ്പം കിടപ്പിലായിട്ട്? കുറെ നാളായി. ആന്റണി എന്നാ പേര്.
മോനെ പോലെ കണ്ടാ മതി. രണ്ടുപേർക്കും ചായ ഇട്ട് വെച്ചിട്ടുണ്ട് അടുക്കളയിൽ. എടുത്തു കുടിച്ചോണേ. ആ. സേതുവിനെ പോയേ തീരൂ. പോയേ പറ്റൂ സഖാവേ. ഞാനും വരാം. വേണ്ട, വെളുപ്പിന് കോലത്തെ പൂജ കഴിഞ്ഞ് അച്ഛനെയും കൂട്ടി മഠത്തിലെത്തണമെന്നാ തിരുമേനെ അറിയിച്ചിട്ടുള്ളത്. സഖാവ് സൂക്ഷിക്കണം. തീർച്ചയായും. ലാൽ സലാം. ലാൽ സലാം. ബീഡിയുണ്ടോ സഖാവേ, ഒരു തീപ്പെട്ടി എടുക്കാൻ? ബീഡിയേ ഇല്ലല്ലോ സഖാവേ, തീപ്പെട്ടി എടുക്കാൻ. ഓ, വിശന്ന് കരിയുന്നു. സ്റ്റെല്ല, അപ്പന ഉറക്കമാ. എത്രയെന്ന് വെച്ചാ അകത്തിരിക്കുക. സേതു ചേച്ചി വന്നില്ലേ? ഇല്ല. ചന്തയിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പോലീസാ, വേഷം മാറിയും അല്ലാതെയും. നിക്ക്, ബീഡിയുണ്ടോ? ഒരു തീപ്പെട്ടി എടുക്കാൻ. തീപ്പെട്ടിയുണ്ടോ? ഒരു ബീഡി എടുക്കാൻ. ലാൽ സലാം. ലാൽ സലാം. ലാൽ സലാം. തമ്പി എപ്പ എത്തി? ഇന്ന് പുലർച്ചയ്ക്ക് സേതുലക്ഷ്മിയെ അറസ്റ്റ് ചെയ്തു. എവിടെ വെച്ച്? മടത്തി വെച്ച്. ആ ശാന്തിക്കാരന് ഒറ്റ കൊടുത്ത തിരുമുൽപ്പാട് നെഞ്ചത്തടി നിലവിളി വന്നാ കേട്ടത്. മലബാറിലെ ഒട്ടുമുക്കാലും സഹാക്കളും ലോക്കപ്പിലായി കഴിഞ്ഞു. ലോക്കപ്പുകൾ നിറയ്ക്കട്ടെ പട്ടികൾ. നിറഞ്ഞു കവിയും ജയിലുകൾ. പിന്നെ അവശേഷിക്കും സഹാക്കൾ ഈ നാട്ടിൽ. ആവേശം കൊള്ളാം അറിവുള്ളവർക്ക്. എന്റെ നെട്ടൂരാനെ, ആണുങ്ങളില്ലാത്ത കുടിലുകളിൽ കയറി ഇറങ്ങി കഞ്ഞിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളുടെ ഉടുതുണി ഉരിഞ്ഞ് പട്ടാ പകലും പാതിരാക്കും കാമപ്പേക്കൂത്ത് നടത്തുകയാണ് ആ ഇടിയും കർത്തായും സംഘവും. അറിവ് കുറവായ എനിക്ക് ഈ സ്ഥിതിയിൽ ആവേശം കൊള്ളാൻ. നിങ്ങളിവിടെ താമസിക്കുന്നത് എനിക്ക് എന്ത് ആശ്വാസമാണെന്നറിയാമോ? ഇന്നലെ വരെ ഇല്ലാത്ത ആരൊക്കെ ഉണ്ടെന്ന് തോന്നൽ. ഒന്നുമില്ലെങ്കിലും ഓലയിടുന്ന ഈ പട്ടിപ്പടയോടും ഇരുട്ടിൽ എന്നെ വിഴുങ്ങാൻ ഓടിയെടുക്കുന്ന തിരകളോടും എനിക്ക് പറയുകയെങ്കിലും ചെയ്യാമല്ലോ. ടെലിഗ്രാം. ടെലിഗ്രാം. ആരാണ്? ആരാണ്? ടെലിഗ്രാം.
എറിയോമാരെ മിണ്ടിപ്പോരുത്. ശബ്ദം ഉണ്ടാക്കിയാൽ ഇവന്റെ കഴുത്തരി ഞാൻ താഴെയിടും. പെങ്ങളെ പോലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ ചവച്ചൂപ്പി മാനം കെടുത്തിയവൻ കൊല്ലേണ്ടതാണ്. കൊല്ലുന്നില്ല. നിങ്ങളെ ഓർത്ത്. ഇടിയൻ കർത്താവേ, ഞങ്ങളുടെ ഇടയിലും ഉണ്ടടാ നട്ടലുള്ള ഇടിയന്മാർ. ഓർത്തടോ പട്ടി. പടിഞ്ഞാറക്കര പാടത്ത് ഇനി ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ കരച്ചിൽ കേട്ട നിന്റെ ഭാര്യയുടെയും ചോര ഒഴുക്കിയായിരിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത്. നിന്റെ കാക്കി വലയിലെ അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. കുറച്ചാളുകൂടെ നമുക്കിങ്ങനെ കള്ളനും പോലീസും കളിക്കാം. അങ്ങോട്ട് പോകും, നിങ്ങൾ ഈ വഴി പോകും. ഒന്നുകൂടെ ഞാൻ നിന്നെ കൂടെ ഞാൻ പറയിപ്പിക്കും. വണ്ടിയില് പോടാ പോടാ. വെളിച്ചമെത്തി. ബീഡിയുണ്ടോ സഖാവി ഒരു തീപ്പെട്ടി എടുക്കാൻ? എന്താ ഡി കെ ഇതിന്റെ ഒരു അവസാനം? ഇതിനൊന്നും അവസാനമില്ല നെട്ടൂരാനെ. പോലീസിന്റെ പിടിയിലാകുന്നവർ ഇങ്ങനെ കഴിയുക. എങ്ങനെ കഴിയാനാ? ചെവി മുഴങ്ങുന്നത് പോലീസ് പിടിച്ചുകൊണ്ടുപോയ അച്ഛനെയും അമ്മയും കാണാതെ പടിഞ്ഞാറക്കര പാടത്ത് വിശന്ന് നിലവിളിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂട്ടക്കരച്ചില. മുഴുപട്ടിണിയിൽ പോലും വാതിൽ തുറന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ ഇടം തന്ന് സഹായിച്ച സ്റ്റെല്ല വരെ ഇടിയൻ കർത്താവിന്റെ കൊലപ്പുരയിലായി കഴിഞ്ഞു. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ലേടോ ഇത്തരം വേദനിപ്പിക്കുന്ന സത്യങ്ങളെ കാണാതിരിക്കുക. പറ്റുമോ? തന്നെ കൊണ്ട് പറ്റുമോ? ഇനിയും നമ്മൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഓരോ നിമിഷവും പോലീസിന്റെ ചവിട്ടും ഇടിയുമേറ്റ് നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന പാവങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും. അവരെ മോചിപ്പിക്കണം ഡി കെ. അവരെ നിവേദനിക്കാൻ പാടില്ല. നമുക്ക് പിടികൊടുക്കാം. Come on,